അതുകൊണ്ടാണ് ഈ യോഹന്നാൻ 5:7 ഒരാളില്ലേ, ആ തറവായ രോഗിയായിട്ട് കിടക്കുന്ന ഒരാളില്ലേ, അയാളോട് കർത്താവ് 38 വർഷമായിട്ട് അവിടെ കിടക്കുകയാണ് അയാളോട് കർത്താവ് ചോദിക്കണത് എന്താണെന്നറിയാം? അതിൻ്റെ അവലംബങ്ങളെക്കുറിച്ചാണ് ചോദിക്കണത്. നിനക്ക് ആരുണ്ടെന്നാണ് ചോദിക്കണത്. അങ്ങനെ നേരെ ചോദിക്കണില്ല. അതിന് പകരം എന്താ ചെയ്യണത്? സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്നാണ് ചോദിക്കണത്. അപ്പോൾ അയാൾ പറയും, ആഗ്രഹം ഉണ്ടായിട്ട് എന്ത് പ്രയോജനം, ആഗ്രഹം കൊണ്ടൊന്നും വർക്ക് ചെയ്യത്തില്ല, ആളില്ലെന്ന് പറയും. അത് അയാളുള്ള കാര്യം ഒന്ന് വായിച്ചത് യോഹന്നാൻ 5:6. യോഹന്നാൻ 5:6. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. അപ്പൊ എന്താ വിഷയം എന്ന് പറഞ്ഞത്? ഇയാൾ സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന മറുപടി എന്താണ്? ഈ 38 വർഷവും ഞാൻ എൻ്റെ രീതി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ പരിശ്രമം പറയുന്നുണ്ട് അയാൾ അതിൻ്റെ അകത്ത്. ഈ 38 വർഷവും ഞാനിങ്ങനെ വെള്ളമിളകുമ്പോൾ എന്നെ ആരെങ്കിലുമൊക്കെ ഞാൻ കയ്യും കാലും പിടിച്ചിട്ട് എന്നെ രക്ഷപ്പെടുത്താൻ പറയും. അവരെങ്ങനെ എന്നെ കുളത്തിലേക്ക് ഇറക്കും. പക്ഷേ ആ കുളത്തിൽ മാലാഖ ഇറക്കി വെള്ളം ഇളകണ സമയത്താണ് സുഖപ്പെടുന്നത്. പലരും സുഖപ്പെടും, പക്ഷേ ഇയാൾ സുഖപ്പെടത്തില്ല. അങ്ങനെ ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാം ഇയാളെ സഹായിക്കാവുന്നവരൊക്കെ സഹായിച്ച് തീർന്ന് ഇനി ആരും സഹായിക്കാനില്ല. അവൻ്റെ കാര്യത്തിൽ നോക്കില്ല, അവൻ എണ്ണം കെട്ടവനാണ്, പ്രാക്കപ്പെട്ടവൻ. അവനെ കൊണ്ടുപോയത് ബാക്കിയുള്ളവർ കൂടി സുഖപ്പെടുത്തുന്ന ഇയാളെ തള്ളിക്കളഞ്ഞ് ഇയാളിങ്ങനെ പരിശ്രമിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. അതയാൾ പറയുന്നുണ്ട്, ഞാൻ 38 കൊല്ലമായിട്ട് പരിശ്രമമാണ്, ഓരോ കര കയറാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. ഇപ്പം നിങ്ങളൊക്കെ പറയത്തില്ലേ, കെട്ടി വന്ന കാലം മുതൽ കര കയറാൻ വേണ്ടി, കുടുംബത്തെ കരകയറ്റാൻ വേണ്ടിയുള്ള പരിശ്രമമാണെന്ന് പറയും. അതുതന്നെ അതുതന്നെ സംഭവം. കെട്ടി വന്ന കാലം മുതൽ ഈ കുടുംബത്തിനെ കരകയറ്റാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. പക്ഷേ എന്താ പ്രശ്നം? നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കും നമുക്ക് ആങ്ങളയുണ്ട്, വീട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, പാർട്ടിക്കാരുണ്ടൊക്കെ വിചാരിച്ചാലും ചിലക്ക് ഇവരൊക്കെ പിടിച്ചാൽ നമ്മളെ പൊങ്ങത്തില്ല. അതാണ്. അപ്പോൾ അവരൊക്കെ വന്ന് ശ്രമിച്ച് പോയി. പക്ഷേ ഇയാൾക്കൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഇയാളുള്ള കാര്യം ഡിക്ലെയർ ചെയ്യും. ഡിക്ലറേഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിങ്ങനെ നാക്ക് കൊണ്ട് പറയണതല്ല. ഡിക്ലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഡിക്ലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഖ്യാപിക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അവസ്ഥ നമ്മൾ പറയണം. ഈ അവസ്ഥ നമ്മൾ പറയുമ്പോഴും നമ്മൾ വേറെ രഹസ്യ അവലംബങ്ങളുണ്ടാകും നമുക്ക്. ഇവിടെയാണ് പ്രാർത്ഥന ബ്ലോക്കാകുന്നത്. നമ്മൾ അവസ്ഥ പറയും, എന്നാലും പറയും സാരമില്ല, 5 സെൻറ്റ് സ്ഥലം അപ്പുറത്ത് കിടപ്പുണ്ട്, ഭാഗോടമ്പടി അപ്പം ചെയ്യുമ്പോൾ കിട്ടും. അനിയത്തിനെ കെട്ടിച്ച് വിട്ടാൽ അപ്പം ഭാഗോടമ്പടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രഹസ്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളോട് പറയും. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഡിക്ലെയർ ചെയ്യാം, പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും അവലംബം വെച്ചിട്ടുണ്ടെന്ന് നോക്കണം. ഇയാൾക്ക് ഒരു അവലംബം, 0 ഡിപ്പെൻഡൻസിയാണ് ഇയാൾക്കുള്ളത്. 0 ഡിപ്പെൻഡൻസി വെച്ചാൽ ഇയാൾക്ക് അങ്ങനെയൊന്നും ഇല്ല. FD ഇല്ല, പിന്നെ ആരും തരാനില്ല, ആരോടും ചോദിക്കാനും ഇല്ല. എല്ലാവരും ചോദിച്ച് ഇയാൾ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ച് മടുത്ത ആൾക്കാരെ ആ നാട്ടിലുള്ളൂ. പക്ഷേ ഇയാൾ എന്ത് ചെയ്യും? ഡിക്ലെയർ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി ഡിക്ലെയർ ചെയ്യും. എന്താ പറയണത്? വെള്ളമിളകുമ്പോൾ എൻ്റെ ഗതികേടാണ്, വല്ലാത്ത ഗതികേടാണ് എനിക്ക്. എന്താണ്? വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല. ഈ ആരുമില്ല എന്നുള്ള സംഭവം എനിക്ക് തോന്നുന്നത് എന്തുമാത്രം നേരത്തെ അതൊരു അവയർനെസ്സാണത്. നമ്മൾ ആരും ഇല്ലെന്ന് പറഞ്ഞാലും നമ്മൾ പറയും എന്തെങ്കിലും ഉണ്ടാകുമെന്നുള്ള ചിന്തയാണ് നമുക്ക് മനസ്സിലുള്ളത്. പക്ഷെ കാലാന്തരത്തിലെ അനുഭവം കൊണ്ട് മാത്രമേ നമ്മൾ ഈ അവയർനെസ് ഉണ്ടാകത്തുള്ളൂ. എന്താണ്? സത്യം പറഞ്ഞാൽ മനുഷ്യന് ആരുമില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണതാണ്, എല്ലാവരും ഉള്ളപ്പോഴും
ആരുമില്ലെന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ വരണം. അതായത് ഒരു കടുത്തൊരു വിഷയം വന്നാൽ നിങ്ങളുടെ കൂടെ 3-ാം ദിവസം 2-ാം ദിവസമൊക്കെ വീട്ടിൽ ഉറക്കം നിൽക്കാൻ ആശുപത്രി നിൽക്കാൻ ആളുണ്ടാവും, 3-ാം ദിവസം ആളും ഉണ്ടാകത്തില്ല. ഈ നമ്മൾ ആദ്യത്തെ ഒരു സംഭവമാണ് ഈ പറയണത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 1-ാം ദിവസവും 2-ാം ദിവസവും നിങ്ങളവർക്കും നിങ്ങളുടെ മക്കളുണ്ടാവുന്നു. മക്കളില്ല, മക്കളെ വെച്ചാൽ അവർ ആദ്യമൊക്കെ നിൽക്കും, പിന്നെ അവർ മനസ്സിൽ വിചാരിക്കും തള്ളയിടങ്ങും ചത്ത നമ്മൾ സമാധാനത്തിൽ ഇത് പഠിക്കാൻ വരുന്നെന്ന്. അങ്ങനെ തമാശയല്ല. ജീവിതത്തിൻ്റെ കറക്റ്റ് ഹൈഡ്ര ഫേസ് നിങ്ങൾ കണ്ടിട്ടില്ല. ഇവരെല്ലാം രഹസ്യമായിട്ട് മനസ്സിൽ വിചാരിക്കും മക്കളാണ് സ്വന്തം. നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടുത്ത് വളർത്തിയ മക്കളായാലും ശരി, അവരെ നിങ്ങൾ ഇങ്ങനെ അവരെ ജനിച്ച കാലം പോലും നിങ്ങൾ അവിടുത്തെ കഷ്ടപ്പാടെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അത് എന്തിനാ കാര്യം? നിങ്ങൾ വീണ് പോയാൽ ഒരു താങ്ങം കിട്ടാൻ വേണ്ടി അവർ നിങ്ങളെ ഒരുക്കുകയാണ്. ഇത് നിങ്ങൾ പറയേണ്ടതെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞിട്ടൊരു പ്രയോജനമില്ലെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. മനസ്സിലായില്ലേ? ഇത് പറയേണ്ടതെന്നും ഞാൻ പറയത്തില്ല. നിങ്ങളിങ്ങനെ തച്ചനിരുന്നുകൊണ്ട് ഊണ് കഴിക്കാൻ നേരത്ത് അരി തിരിയാൻ നേരത്തെ ആദ്യ കാലം കെട്ടി വന്ന കാലം മുതൽ നിങ്ങളെ വീട്ടിൽ കയറ്റാഞ്ഞതും നിങ്ങൾ പായും തറയിലും എടുത്തുകൊണ്ട് അപ്പുറത്ത് പോയി കിടന്ന കാര്യം, ബന്ധുക്കളുടെ വീട്ടിൽ ഭർത്താവ് വെള്ളം അടിച്ച് വന്നിട്ട് നാത്തിൻ്റെ വീട്ടിൽ പോയി താമസക്കാർ അവിടെ ഉറക്കം വരുന്ന കാര്യം, ഇങ്ങനെയൊക്കെ കഥകളൊക്കെ നിങ്ങൾ പറയും. പക്ഷേ ഈ കടമാൻ പോത്തിനോട് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളൊക്കെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നല്ലാതെ ഒരു കഥയുമില്ല. അപ്പം നിങ്ങൾ ഇവരോട് ഇതൊക്കെ കഥകൾ പറയണതിൻ്റെ കാര്യം, എന്തെങ്കിലും ഇത്രയും ഞാൻ അനുഭവിച്ചു നിന്നെയൊക്കെ പോറ്റി വളർത്താൻ വേണ്ടി, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നീ ഒരു താങ്ങുണ്ടാകണമെന്നാണ്. അപ്പം നീ ഡിപ്പെൻഡ് ചെയ്യണത്. നിങ്ങൾ പറയുകയോ പറയാതിരിക്കുകയോ നിങ്ങൾ എന്ത് ചെയ്യുക, പക്ഷേ ഡിപ്പെൻഡ് ചെയ്യരുത്. ഇയാൾ നമ്മളെ രക്ഷപ്പെടുത്തുമോ എന്നുള്ള ചിന്തയിലേക്ക് വരരുത്. അത് മനസ്സിൽ പോലും ചിന്തിക്കരുത്. ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല.